ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഓണാശംസകൾ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണോ നോക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള എനർജി എന്താണെന്ന് നോക്കാം. ഇന്നിപ്പം ഓണമാണ്, അപ്പോൾ എല്ലാവർക്കും തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നൊരു നല്ല മെസ്സേജ് തന്നെ ആദ്യം വന്നത് കേട്ടോ. നല്ലൊരു ആയിരിക്കട്ടെ എന്ന് പറയുന്നതിന് മുന്നേ നല്ല മെസ്സേജാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു കൂട്ടായ്മയുടെ ഒരു എനർജിയാണ്. അപ്പോൾ കുറേ പോസിറ്റിവിറ്റി തരുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഓണമാവുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഒരുമിക്കുന്ന ഒരു ദിവസമാണല്ലോ ഓണം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് ആദ്യം കിട്ടിയത്. നിങ്ങൾക്ക് അനുയോജ്യമായ വ്യക്തികൾ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പോസിറ്റിവിറ്റി കൊണ്ട് തരുന്ന ബന്ധങ്ങളാണ് എപ്പോഴും നമുക്ക് നല്ലത്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരിങ്ങനെ അവരുടെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം അതായത് നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരും ജീവിതത്തിലുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ നിന്നൊക്കെ വിട്ടു മാറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. മാത്രമല്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ അവധിയാണെങ്കിൽ പോലും ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ പുറത്തൊക്കെ. അപ്പോൾ അവർക്ക് പോലും ഇന്ന് വളരെ നല്ല ഒരു സന്തോഷമുള്ള ഒരു ഹാപ്പി മൂഡാണെന്നാണ് കാണുന്നത്. ഈവൻ ഓഫീസിലായപ്പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ നമുക്ക് പൈസയാണ് ഏറ്റവും അപ്പോൾ നമ്മളിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ പണത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. അത്രയും ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. ഈ ലവ് എനർജിയെക്കാളും ഒരു പടി മുന്നിലേക്ക് കൂട്ടാ നമുക്ക് പൈസ. അപ്പം ഇത് ചിലപ്പം അങ്ങനെ അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നമുക്ക് പൈസ നമ്മളുടെ കയ്യിൽ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആ പൈസ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അപ്പോൾ സ്നേഹം, ഇപ്പം ലവ് എനർജി എന്ന് പറയുന്നത് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വൈബ്രേഷൻ കൂടി നിൽക്കുന്നതാണ് എൻ്റെ ഒരു അറിവ് ഈ പൈസയുടെ ഒരു ഇത്. അപ്പം ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും നിങ്ങളിലൊരു മതിപ്പൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. ഇതുവരെ ചിലപ്പം കഴിഞ്ഞ ഓണത്തിന് വരെ ഇത്രയും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ, സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ഓണത്തിന് നിങ്ങൾ വളരെ അഭിമാനത്തിലിരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്നൊരു ദിവസമാണ്. പിന്നെ സ്റ്റെബിലിറ്റി വരുന്ന, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഓണം കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു ആരെങ്കിലുമൊക്കെ ഈ ഡിപ്പെൻഡൻ്റ് ആയിരുന്ന ആൾക്കാർക്ക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നൊരു സമയമാണെന്നാണ് കാണുന്നത്. വളരെ എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾക്ക് വരും. നിങ്ങൾ ഒരു വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരും. ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം വളരെ നല്ല സമയമാണ്. ഇപ്പോൾ നല്ല ബിസിനസ്സൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അങ്ങനെയാണ് കാണുന്നത്. അടുത്ത് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരു ട്രാപ്പിൽ നിന്നും പുറത്ത് വരുന്നൊരു സമയമാണ് കേട്ടോ. ഈ ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ നിങ്ങളുടെ ഒരു
മെൻ്റൽ ട്രാപ്പും ആയിരിക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറേ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നൊരു സമയമാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും ശക്തികൾ, അത് സ്പിരിറ്റ് ഗൈഡ്സ് ആയിരിക്കാം, അസെൻഡന്റ് മാസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ, മൺമറഞ്ഞു പോയ ആൾക്കാർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുള്ളൊരു കാക്കകളുടെ എനർജിയാണ്. അപ്പം നിങ്ങളെ കെട്ടഴിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നു ഈ ഒരു സമയം. അതിന് മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് സഹായമായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നും ആ ആൾക്കാരുടെ ഒരു സഹായത്തോടു കൂടി നിങ്ങൾ ആ ഒരു ഇതിൽ നിന്നും ഫ്രീ ആകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഒരു കണ്ണിലും കെട്ടി കൈയും കെട്ടി ഇരിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു ശക്തികളുടെ ഒരു ട്രാപ്പിലാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാട്ടോ. നമുക്ക് നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും ശക്തികൾ നമ്മളെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടാനുള്ള സമയമായി എന്നാണ് കാണുന്നത്. അതിന് നിങ്ങളെ ആരൊക്കെയോ സഹായിക്കുന്നു എന്നാണ് കാണുന്നത്. ആ സഹായം നിങ്ങൾ സ്വീകരിക്കുക. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ആൾക്കാരായിരിക്കും, നിങ്ങൾ നേരത്തെ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. അവർ നിങ്ങളെ സഹായിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം. നിങ്ങളുടെ പിതൃക്കളുടെ ഒരു ബ്ലെസ്സിങ്സ് ഈ ഒരു സമയം ശക്തമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ കാക്കകൾ പറയുന്നത്. പിന്നെ നമ്മളുടെ ചില ആൾക്കാർ നമ്മളുടെ മുന്നിൽ വരുന്നത് ചിലപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അത് ചിലപ്പം ഈ ലോകത്തിലുള്ള ആൾക്കാരായിട്ടില്ല, വേറെ ഏതെങ്കിലും റേലത്തിലുള്ള ആൾക്കാരായിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ശക്തികളുടെ സഹായത്തോടു കൂടി നിങ്ങൾ കുറേ കാര്യങ്ങളിൽ നിന്ന് ഫ്രീ ആകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ പിടിയിലാണെങ്കിൽ അതും നിങ്ങൾ അതിൽ നിന്നും ഫ്രീ ആകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ടെമ്പറൻസ് ആണ്. ഇതൊരു ബാലൻസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ പുറകിൽ കണ്ടല്ലോ ഒരു മാലാഖയുണ്ട്. അപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ, നിങ്ങൾക്ക് വഴി കാട്ടാൻ നിങ്ങളുടെ കൂടെ തന്നെ ആളുകൾ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് കാണാതിരിക്കുക. നിങ്ങൾ മാക്സിമം അത് ശ്രമിക്കുക. ഒരു ബാലൻസാണ് ജീവിതത്തിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾക്ക് വരാൻ പോണത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും തമ്മിലൊരു ബാലൻസ് വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾ ഒരു ഇമോഷൻ കൊണ്ട് തീരുമാനം എടുക്കാതെ, ഇമോഷൻ്റെ പുറത്ത് മാത്രം ഒരു തീരുമാനം എടുക്കാതെ നമ്മൾ ബുദ്ധി കൂടി ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ തീരുമാനം എടുക്കുന്നത് നല്ലതാണെന്നാണ് കാണുന്നത്. പിന്നെ ജസ്റ്റിസാണ്. അപ്പോൾ ഇതൊരു കർമ്മഫലമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം, നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം, നിങ്ങളുടെ സ്ട്രഗിളിൻ്റെ ഫലമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പം നല്ല സമയം തുടങ്ങിയെന്ന് പറയാട്ടോ. ഈ ഒരു സമയം മുതൽ ഇത് കുറേ കാര്യങ്ങൾ ബാലൻസിൽ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയ കുറേ ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാം, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം, അവരെന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ള തിരിച്ചറിവ് ഈ ഒരു സമയം വരാം. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടേണ്ട ഒരു സമയമായി. അപ്പോൾ കുറേ കാലം കൊണ്ട് കുറേ സ്ട്രഗിളിൽ പെട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു നല്ല കാലം തുടങ്ങുന്നു എന്നൊക്കെ പറയാം ഈ ഒരു സമയം മുതൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്.
നിങ്ങൾക്കൊരു നല്ല കാലം വരുന്ന ഒരു എനർജി. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ വ്യത്യാസം വരുന്നു, ആൾക്കാർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നു, എവിടെ പോയാലും റെസ്പെക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇതിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. കുറേ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നുണ്ട്. കുറേ ആവശ്യമില്ലാത്ത കുറേ ഉത്തരവാദിത്വങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുന്നുണ്ട്. ഒരു ഫ്രീഡം കിട്ടുന്ന ഈ 8 ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്രീഡം കിട്ടുന്ന എനർജിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടുപോയി, അത് ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എനർജി ആയിരിക്കാം. അതിൽ നിങ്ങൾ ട്രാപ്ഡ് ആയിരുന്നെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും എന്നാണ് കാണുന്നത്. എന്തായാലും ജസ്റ്റിസ് കിട്ടുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുന്നത് തന്നെ ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ കിട്ടാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാത്തൊരു കാര്യം, അത് നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. കാരണം ചിലപ്പം നിങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ചില വേദനകൾ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടല്ലോ, പാസ്റ്റിൽ തന്നെ നിങ്ങൾ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചാണ് ഈ സ്റ്റാർ. അപ്പോൾ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് നടക്കുന്നുണ്ട് ഈ ഒരു സമയം. ഈ ടെമ്പറൻസും ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ വേദനകൾ, ആ മുറിവുകളൊക്കെ മാറുന്നൊരു സമയമാണ് ഈ ഒരു സമയം. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സ്റ്റാർഡം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ തോന്നും. ശരിക്കും ഒരു അട്രാക്ഷൻ തോന്നും. എവിടെ പോയാലും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് സ്റ്റാർ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അത് പുറത്തു വരുന്നൊരു സമയമാണ്. ഇപ്പം സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നക്ഷത്രമാണ്. അപ്പം നിങ്ങളൊരു നക്ഷത്രം പോലെ തിളങ്ങാൻ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് വരുന്ന ഈ റീഡിങ്ങിലൂടെ കിട്ടുന്ന, അല്ലെങ്കിൽ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ അറിയുന്ന ഒരു എനർജി നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കമാണ്. വളരെ ശരിക്കും നിഷ്കളങ്കമായി ചിരിക്കാൻ പറ്റും ഇന്നത്തെ ദിവസം. ഭാരമില്ലാതെ ജീവിക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത തോട്ട്സൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ. പുതിയൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ പഴയ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാറി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഒരു ജീവിതം തുടങ്ങുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ആ ഒരു നിഷ്കളങ്കതയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബോട്ടം എന്താണെന്ന് നോക്കാം. വീണ്ടും വന്നിട്ടുള്ളത് 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിലും ഈ 2 ഓഫ് സോഡ്സും ഒരു കെട്ടഴിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതിൽ കണ്ടില്ലേ, കാക്കകളാണ് വീണ്ടും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നു, സപ്പോർട്ട് കിട്ടുന്നു. അത് നിങ്ങൾ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നിന്നായിരിക്കണം എന്നില്ല, നിങ്ങളുടെ പിതൃക്കളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. ചില തെറ്റിദ്ധാരണകൾ മാറുന്നു. നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഒരു ഓവറോൾ നിങ്ങളുടെ പല കാര്യങ്ങളിലും ചേഞ്ച് വരുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം. ചില കാര്യങ്ങൾ നമ്മൾ കണ്ണ് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ ഒരു കണ്ണ് മൂടിക്കെട്ടിയിട്ട് കൈയും കൂടെ ബന്ധനത്തിലായിരുന്നൊരവസ്ഥയാണ്. അതിൽ നിന്നും നിങ്ങൾ കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഫ്രീ ആകുന്നു, കൺഫ്യൂഷനിൽ നിന്ന് ഫ്രീ ആകുന്നു. നിങ്ങളെ ആരെങ്കിലും ഒന്ന് മിസ്ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് ഫ്രീ ആകുന്നു. അപ്പോൾ ഒരു ഫ്രീഡത്തിൻ്റെ എനർജിയാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. സന്തോഷത്തിൻ്റെ എനർജിയാണ്. ചില തെറ്റിദ്ധാരണകളൊക്കെ മാറി നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല അനുഗ്രഹം ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിനി നമുക്കൊരു ഗൈഡൻസ് കാർഡ് കൂടി എടുക്കാം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. ഇന്ന്
ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. ഇതിലും ഇത് വീണ്ടും ഇന്നെല്ലാം വീണ്ടും റിപ്പീറ്റഡ് മെസ്സേജസ് ആണ് കേട്ടോ. ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ്. ഇത് ടെമ്പറൻസ് എന്ന് പറയുന്നത് ഒരു ബാലൻസിൻ്റെ കാർഡാണ്. അപ്പോൾ ഇതിൽ ഇത് ഒരു ഏഞ്ചലാണ് നമ്മളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഈ ഒരു റാന്തലുമായിട്ട് നിൽക്കുന്ന ഒരു പ്രകാശവുമായിട്ട് നിൽക്കുന്ന ഒരു ഏഞ്ചലാണ്. അപ്പോൾ ആ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെ പ്രകാശം, നിങ്ങളെ പല കാര്യങ്ങളും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും കാണിച്ചു തരാൻ, നിങ്ങളെ വഴി കാട്ടാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ഹീൽ ചെയ്യാൻ ഒക്കെ ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിലൊക്കെയും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ശക്തി നിങ്ങൾ മുറുകെ പിടിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും തിരക്കാണെന്നറിയാം. ആഘോഷിക്കുക. നമ്മൾ ആഘോഷങ്ങൾ ആഘോഷിച്ച് തന്നെ തീർക്കണം കേട്ടോ. നമുക്ക് അയ്യോ എനിക്കിതൊന്നും വേണ്ട അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമുക്ക് മാക്സിമം പറ്റും എന്നുള്ള സമയം ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഹാപ്പി മൂഡ്, കുറേ ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഉള്ളൊരു ഹാപ്പി മൂഡ്, അത് നമുക്ക് ഒരുപാട് നമ്മളുടെ വൈബ്രേഷൻ ഒരുപാട് മാറ്റും. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വീണ്ടും ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഈ ഓണം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.